ഈ രാജമാത ശിവകാമി ദേവി ഒരു ബോട്ടിലെടുത്ത് ഇങ്ങനെ പിടിച്ചതിനെ കുഞ്ഞാക്കിയത് നിങ്ങളാണ്. VFX ടീമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം അവിടെ നമ്മൾ വെക്കണം എന്നുള്ളത് നിർബന്ധമാണോ അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഓരോ ഷോട്ടിനും ഓരോ ടെക്നിക്കാലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഷോട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ആ കുപ്പി വെക്കണമെന്നില്ല, വേറെ ചില സാധനം വെക്കാൻ പറ്റും, ചിലപ്പോൾ അതില്ലാതെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് വി ക്യാൻ ഡു മാജിക് വിത്ത് ഫിലിം. അനിമേഷൻ മോസ്റ്റ്ലി സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. ഡയറക്ടർ ക്രിയേറ്റീവ് സൈഡായിരിക്കും, പുള്ളിക്ക് ഭയങ്കര വലിയ പരിപാടി വേണം. അതുകൊണ്ട് പ്രൊഡ്യൂസർ അവിടെ നിന്ന് സൂക്ഷിച്ചോ, ഇവിടെ പൈസ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം അത് മാനേജ് ചെയ്യാൻ. ഈ കാന്താരയിൽ ഋഷഭ് ആ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ആസ് എ ഡയറക്ടർ ഈസ് വെരി ക്ലിയർ അബൌട്ട് എന്താണ് പുള്ളിക്ക് വേണ്ടത്, അതെങ്ങനെയാണ് വേണ്ടത്. പുള്ളി മാംഗ്ലൂർ ആ ഒരു സൈഡിൽ നിന്നായത് കാരണം ഈ ആനിമൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മൂവിയിൽ ഉപയോഗിച്ചേക്കുന്ന കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സെറ്റിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിക്കോട്ടെ, പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു അൺറിയൽ കാര്യം, അയ്യോ ഇതെങ്ങനെ ചെയ്തു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് VFX വർക്ക് ഉള്ള പടം ജുറാസിക് പാർക്ക്. ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ആണ് പൊതുവെ കൺവീൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. പെട്ടെന്ന് ഓഡിയൻസിന് മനസ്സിലാവും ഇത് CG ആണ്. ഒരു ടൈഗർ നമ്മുടെ വീട്ടിലില്ലാത്തത്തോളം കാലം അതിൻ്റെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കും. കളക്ഷൻ ഓഫ് മൂവിങ് ഇമേജസ് ആണ് ആനിമേഷൻ. അത് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് വേറെ കുറേ ഡിസിപ്ലിൻ ഇൻവോൾവ് ആകുന്നത്. നമ്മൾ പടം വരയ്ക്കുന്ന പ്രീ പ്രൊഡക്ഷൻ മുതൽ മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, റെൻഡറിങ്, അതിനകത്ത് വരുന്ന ഒരു പാർട്ട് മാത്രമാണ് അനിമേഷൻ. പക്ഷേ ആൾക്കാർ ഇതിങ്ങനെ അത് പറയുമ്പോൾ അതിനെ അനിമേഷൻ ഇൻഡസ്ട്രി ആക്കി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. RJ വിജിത ഹിയർ. നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ ഹോളിവുഡ് മൂവീസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആവാറുണ്ട്, ഒരു അന്താളിച്ചിട്ടൊക്കെ നിൽക്കാറുണ്ട്, ദൈവം ഇതൊക്കെ ഇങ്ങനെ ചെയ്യണു. പക്ഷേ അതേ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മൂവീസ് കാണുന്ന സമയത്ത് അതേ എക്സൈറ്റ്മെൻറ്റ്, അതേ അന്താളിപ്പ് നമുക്കും വരുന്നുണ്ട് അല്ലേ? അതിനൊപ്പം തന്നെ നമുക്കുള്ളൊരു ഫീലാണ് ഒരു പ്രൗഡ് ഫീൽ. കാരണം നമ്മളെ ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതിപ്പോൾ VFX ആയിക്കോട്ടെ, ആനിമേഷൻ ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ടാലൻസ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അവർ ഹോളിവുഡ് മൂവീസിലടക്കം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ആക്ച്വലി ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാനുള്ളൊരു കാരണം അതിലെ കുറേ മലയാളി ടാലൻസിനെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിസ്റ്റർ അസീം കാട്ടാളി. ശരിക്കും എടുത്തു പറയുകയാണെങ്കിൽ co-founder ആൻഡ് ഡയറക്ടർ യുനോയൻസ്. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം, കൃഷ്ണബാബു, ഉണ്ണി എന്ന് വിളിക്കുക അല്ലേ, CG സൂപ്പർവൈസർ അറ്റ് സെബു ആനിമേഷൻ. അടുത്തത് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ ശങ്കർ ലാൽ, co-founder ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടർ സെബുഫെക്സ്. നമ്മുടെ കൂടെ അടുത്തിരിക്കുന്നത് മിസ്റ്റർ വിശാൽ ടോം ഫിലിപ്പ്, വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസർ, ഫൗണ്ടർ കം ക്രിയേറ്റീവ് ഡയറക്ടർ, ബൈനറി സർക്കസ്. ഇങ്ങനെ പറയുമ്പോൾ ഈ ഓഡിയൻസിലേക്ക് കണക്ട് ആവാൻ ഭയങ്കര പാടാണ്. കാരണം എന്തൊക്കെയോ ഒക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഒരു മലയാളി ബഞ്ചാന്ന് ഞാൻ പറഞ്ഞു. വിഷ്വൽ എഫക്ട്സ് അതുപോലെ തന്നെ ആനിമേഷനിൽ ഇവർ ഭയങ്കര അടിപൊളി കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു മൂവീസ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അസീം പറയൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തത് ലോഗയാണ്. ലോഗയിൽ ഒരു കൂട്ടം അനിമേഷൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രം ടൈറ്റിൽ അനിമേഷൻ, ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് അനിമേഷൻ, പിന്നെ ഫ്ലാഷ് ബാക്ക് സീക്വൻസ്, പിന്നെ അതുകൂടാതെ ചാത്തന്മാർ വരും എന്ന് പറയുന്നത് വരെയുള്ള മോഷൻ ഗ്രാഫിക്സ് അനിമേഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിന് ഒരു നല്ല അപ്രീസിയേഷൻ കിട്ടിയ ഒരു സമയമാണ്. അതിൻ്റെ മുന്നേ ഭ്രമയുഗത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ചെയ്തു. പിന്നെ ഒരുപാട് മോഷൻ പോസ്റ്റേഴ്സ് സിനിമകൾക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ കണക്ട് ആവുന്ന കാര്യങ്ങൾ. മിസ്റ്റർ കൃഷ്ണബാബു, നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത മൂവി റിലീസായത് ലാസ്റ്റ് ഇയർ, ലെഗോ പീസ് ബൈ പീസ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. ഫാരൽ വില്യംസ് ആയിരുന്നു ഡയറക്ടർ. അത് ആക്ച്വലി ഓസ്കാർ നോമിനേഷൻ വരെ പോയൊരു മൂവിയാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി അത് ഇന്ത്യയിലാണ് അത് കംപ്ലീറ്റ്ലി അത് ചെയ്തു നമ്മൾ. എടുത്തു പറയാനുള്ളത് പിന്നെ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് പറയാൻ ഒക്കത്തില്ല, റിവീൽ ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ശരി ശരി. മിസ്റ്റർ ശങ്കർ ലാൽ, എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കാന്താരയിലാണ്. നമുക്ക് മൂവി റിലീസായത് കാരണം ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. സക്സസ്ഫുള്ളി റണ്ണിങ്. പക്ഷേ എൻ്റെ കൂടുതൽ പ്രൊഫൈലുകളുള്ളത്, ഞാൻ MPC എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഓവർ മോർ ദാൻ ഒരു 15 years. അപ്പം എൻ്റെ ഫസ്റ്റ് മൂവി വന്നിട്ട് സൂപ്പർമാൻ ആയിരുന്നു. ദ ലാസ്റ്റ് വൺ വാസ് മിഷൻ ഇമ്പോസിബിൾ. അങ്ങനെ ലയൺ കിങ്, സൂപ്പർമാൻ, ട്രാൻസ്ഫോമേഴ്സ്. I was lucky enough to be part of a lot of Hollywood movies. ഞാൻ പറഞ്ഞില്ലേ ഹോളിവുഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അത് മലയാളികൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ട്, ഒരുപാട് പേരുണ്ടല്ലേ, ഒരുപാട് പേരുണ്ട്. അതും ഭയങ്കര ടാലന്റഡ് ആണെന്ന് പറയാറുണ്ട് മലയാളീസ് ഇത് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വിശാൽ, പറയൂ. യെസ്, ഞാനും ഒരു 20 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഞാൻ തുടങ്ങിയത് കമേഴ്ഷ്യൽസൊക്കെയാണ്. ഞാൻ പല നാഷണൽ, മൾട്ടിനാഷണൽ കമേഴ്ഷ്യൽസ് എന്നൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
പിന്നെ അതിന് ശേഷമാണ് ഫിലിമിലോട്ട് വന്നത്. ഫിലിം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുമാരി വെച്ചാണ്. നിർമ്മൽ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കുമാരി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആടുജീവിതം ഫുൾ ഫിലിം ഞാൻ സൂപ്പർവൈസ് ചെയ്തു. അപ്പം ജോർഡനിൽ പോയി അങ്ങനെ എല്ലാ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമെന്നു. അപ്പം ആ ക്രൂവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ 2018 പിന്നെ എമ്പുരാൻ, പിന്നെ റീസെൻ്റ്ലി പറഞ്ഞ ഇവർ ചെയ്ത പോലെ തന്നെ കാന്താരയുടെ ഒരു ഭാഗമാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഫിലിംസ്. അപ്പോൾ നമ്മൾ സിനിമകൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇവരുടെ അടുത്തേക്ക് അടുക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ കണ്ട നമ്മുടെ കണ്ണിലൂടെ പോയിട്ടുള്ള കുറേ സീക്വൻസുകൾ ഇവരുടെ കൈകളിലൂടെയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എനിവേ, ഈ ഒരു VFX ആനിമേഷൻ പൊതുവേ ഇതൊക്കെ പറയുമെങ്കിൽ പോലും ഇപ്പോഴും ഒരു വലിയ ശതമാനം ആളുകൾക്ക് ഇത് ഭയങ്കര ഡൗട്ട് ഉണ്ട്. എന്താണ് VFX, എന്താണ് ആനിമേഷൻ? അത് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഗ്രാൻഡ് മദർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിനെ പറ്റി പറയാം? സിമ്പിളായിട്ട് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. സിമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബേസിക്കലി VFX എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ മീഡിയ കണ്ടന്റിലും വരുന്ന ഒരു ഇതാണ്. അത് വളരെ ചെറിയ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന തൊട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷ്വൽ എഫക്ട്സ്. അതിനൊരു സിംഗിൾ പോയിന്റിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അതൊരു ബ്രോഡർ പരിപാടിയാണ്. അതായത് അതിൽ പല പല സബ് ബ്രാഞ്ചസ് ഉണ്ട്. ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് റിയലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം നമ്മൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് VFX എന്ന് പറയുന്നത്. VFX എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് കമ്പോണൻസ് ആഡ് ചെയ്യുന്നുണ്ടാവും, ഈവൻ ആനിമേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ബ്രോഡർ ടേമാണത്, പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം ആനിമേഷനും അതുപോലെ തന്നെ. ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഫുൾ ആനിമേറ്റഡ് ഫിലിം എന്ന് പറയുന്ന പോലെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കണ്ടന്റ്, ഒരു വീഡിയോ ആകാം, സിനിമയാകാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് പരിപാടിയിലോട്ട് പോകും. ഇതാണ് ഒരു ജനറലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഈ രാജമാത ശിവകാമി ദേവി ഒരു ബോട്ടിലെടുത്ത് ഇങ്ങനെ പിടിച്ചതിനെ കുഞ്ഞാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുമോ? VFX ടീമാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിനെ വേറൊന്നാക്കിയിട്ട് നിങ്ങൾ അതിൽ കാണിക്കും. പക്ഷെ അങ്ങനെ കയ്യിലൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അങ്ങനെ സാധനം അവിടെ നമ്മൾ വെക്കണം എന്നുള്ള നിർബന്ധമാണോ അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ? അതാ പറഞ്ഞത്. അത് നമ്മളിപ്പം അത് ഓരോ ഷോട്ടിനും ഓരോ ടെക്നിക്കാലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഷോട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ആ കുപ്പി വെക്കണമെന്നില്ല, വേറെ ചില സാധനം വെക്കാൻ പറ്റും, ചിലപ്പോൾ അതില്ലാതെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊരു പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഈ ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടാകും. അതിന് കുറച്ച് ഒരു ബൗണ്ടിങ് ബോക്സ് ഉണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ ആ റൂൾസ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അല്ല നമ്മൾ ചിലത് നമ്മൾ സെറ്റിൽ ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ചിലപ്പോൾ നമ്മൾ ക്വിക്കലി പറയണം, ഓക്കെ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ജനറലൈസ് റൂളില്ല. പക്ഷേ ബേസിക്കലി നമ്മൾ പറയുന്നത് വി ക്യാൻ ഡു മാജിക് വിത്ത് ഫിലിം. നമ്മൾ ബേസിക്കലി നമ്മൾ ഈ പണ്ട് സിനിമകൾ, അപ്പോൾ നമ്മളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇപ്പോൾ ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ അങ്ങനെ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വണ്ടടിക്കും, ഇത് എങ്ങനെയാണ് ഇത്, നമ്മൾ ശരിക്കും അസ്റ്റോണിഷ്ഡ് ആയി പോകും. അതിനാണ് മൂവി മാജിക് എന്ന് പറയുന്നത്. ആ മാജിക് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ. അതിൽ ഈ ആനിമേഷൻ എന്ന് പറയുന്നതിൽ വെറും ആനിമൽസ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മാത്രമാണോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഇല്ല, ആനിമേഷൻ എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ഒരു ജനറലൈസ്ഡ് ആണ്. അതിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നു അസീം കുറച്ചും കൂടെ ഈ ക്ലാരിറ്റി പറഞ്ഞു തരും. അതിലിപ്പോൾ 2D ആനിമേഷൻ ഉണ്ട്, 3D ആനിമേഷൻ ഉണ്ട്, ഹാൻഡ് ഡ്രോൺ ഉണ്ട്, പല പല. നമുക്ക് ബേസിക്കലി നമ്മളൊരു പേപ്പറിൽ ഒരു 10 പേപ്പറിലെടുത്ത് നമ്മൾ എന്തെങ്കിലും സ്ക്രിബിൾ ചെയ്യുന്ന വെച്ചോ, എന്നിട്ട് നമ്മൾ അതിനെ സ്പീഡിൽ വിട്ട് കഴിഞ്ഞാൽ അതൊരു ആനിമേഷൻ ആവും. മനസ്സിലായി? നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ബുക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഫിഗർ ചാടുന്നതായിട്ടൊക്കെ വരച്ച് നമ്മൾ ഇങ്ങനെ മറിക്കുമ്പോഴത്തേക്ക് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയും. അപ്പം ഇതെന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് മൂവിങ് ഇമേജസ് ആണ് ആനിമേഷൻ. അത് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അത് പല പല മീഡിയത്തിലും ചെയ്യാൻ പറ്റും, ഇല്ലേ? അനിമേഷൻ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ആയിട്ട് അതിനകത്ത് ഒരു ഡിസിപ്ലിൻ മാത്രമായത്, അതാണ് പറഞ്ഞത്. അത് അതിനകത്ത് വേറെ കുറേ ഡിസിപ്ലിൻ ഇൻവോൾവ് ആകുന്നുണ്ട്. നമ്മൾ പടം വരയ്ക്കുന്ന പ്രീ പ്രൊഡക്ഷൻ മുതൽ മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, റെൻഡറിങ്. അപ്പം അതിനകത്ത് വരുന്ന ഒരു പാർട്ട് മാത്രമാണ് അനിമേഷൻ. പക്ഷേ ആൾക്കാർ ഇതിങ്ങനെ അത് പറയുമ്പോൾ അതിനെ അനിമേഷൻ ഇൻഡസ്ട്രി ആക്കി. പക്ഷെ അതിനകത്ത് വേറെ അതുപോലെ ഈക്വലായിട്ടുള്ള വേറെ ഒത്തിരി ഡിസിപ്ലിനും ഇൻവോൾവ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്. ഇതെല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നതാണ്. ഈ ഒരു സെക്ടറിന് ആക്ച്വലി AVGC XR എന്നാണ് പറയുക. ആ ഒരു ടേം ആളുകൾക്ക് ഫെമിലിയർ അല്ല. ഇപ്പോൾ നമ്മൾ IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഈ AVGC XR ഇൻഡസ്ട്രിയെക്കുറിച്ച് ആളുകൾ
അത്ര മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ അനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ് ആൻഡ് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി, ഇതാണ് AVGC XR എന്ന് പറയുന്നത്. അപ്പോൾ അനിമേഷൻ മോസ്റ്റ്ലി സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. സ്റ്റോറി ടെല്ലിംഗ്, ഇപ്പോൾ ഒരു കഥയുടെ ഒരു സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എൻ്റയർ മൂവി ആ സ്റ്റോറി ടെല്ലിംഗ് പരിപാടികൾ ഈസിലി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി VFX-ൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ VFX എന്നുള്ളത് റിയൽ ഷൂട്ടും അത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവാതെ ബിലീവബിൾ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇതെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്നിടത്താണ് ഒരു സിനിമയുടെ ഒരു ഔട്ട്പുട്ട് നന്നാവുന്നതെന്നാണ് എനിക്ക്. ഈവൻ ഈ ട്രഡീഷണൽ ആനിമേഷനും VFX-ഉം കൂടെ ചേർത്ത് ഹോളിവുഡിലൊക്കെ പല സിനിമകളും വന്നിട്ടുണ്ട്. അത് ഹാൻഡ് ഓൺ ആനിമേഷന്, ലൈവ് ആക്ഷൻ സിനിമയ്ക്കകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത്, കാരണം ഇതൊരു ഭയങ്കര കൊളാബറേറ്റീവ് ഫീൽഡാണ്, ഭയങ്കര ഹൈബ്രിഡാണ്, പല സാധ്യതകളാണ്. നമ്മൾ അതിനൊരു സ്പെസിഫിക് പോയിന്റ് നമുക്ക് കൊണ്ട് നിർത്താൻ പറ്റില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊളാബറേറ്റ് ചെയ്യാം. ഇതിൻ്റെ പല ക്യാൻവാസസും ഈ പറഞ്ഞ പല പൊട്ടൻഷ്യൽ ടൂൾസും അത് യൂസ് ചെയ്യുന്ന ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറോ അവരുടെ വിഷൻ പോലെ ഇരിക്കും. ഇത് അവരുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ ആണ് ശരിക്കും. അതിന് ഒരു പർട്ടിക്കുലർ ഇതില്ല. ആ ഒരു ആർട്ടിസ്റ്റ് ബേസിക്കലി ഒരു ആർട്ട് ഫോം ക്രിയേറ്റ്, ഇതൊരു ആർട്ട് ഫോം തന്നെയാണ്. ചിലവർ പെയിന്റ് വെച്ച് ചെയ്യും, ചിലർ ക്രയോൺസ് ചെയ്യും, അല്ലെ പെൻസിൽ ചെയ്യും, അതേപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാം പല ടൂൾസ് ആണ്. നമുക്ക് ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അനന്തമായ സാധ്യതകൾ. കാരണം റിയലിസ്റ്റിക് എന്ന് മാത്രമല്ല, അതാണ് ഇപ്പം പറഞ്ഞത്, നമുക്ക് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം, മിക്സ് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പം എൻഡ് ഓഫ് ദ ഡേ സ്റ്റോറി ടെല്ലിങ്, ആൾക്കാർക്കത് ആ സ്റ്റോറി ഇഷ്ടപ്പെടണം, പിന്നെ അതിനെ നമ്മൾ എങ്ങനെ വിഷ്വലി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ പ്യൂർലി ഡയറക്ടറിന് എന്ത് വേണേ അതൊക്കെ എന്ത് കോൾ വേണമെങ്കിലും എടുക്കാം. റിയലിസ്റ്റിക് തന്നെ ആവണമെന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റൈലാക്കാം, വേറെ ഇതാക്കാം, എന്നുള്ള 2D സ്റ്റൈലാക്കാം, പെയിൻറ്റേർലി ആക്കാം, ക്രയോൺസ് ആക്കാം. സോ അതിനകത്തൊരു ലിമിറ്റേഷൻ ഇല്ല. എല്ലാം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഒരേ സമയം. ഞങ്ങൾ ചെയ്തതിന്റെ കൂടെ അവരും കൂടി ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഈ ഇപ്പോൾ ബ്രഹ്മയുഗത്തിലെ വർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം നമ്മൾ കളർ കണ്ട് ശീലമായൊരു തലമുറയ്ക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കൊണ്ടുവരിക, അതും അതിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക്, ആനിമേറ്റഡ് ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ എന്ന് പറയുന്നതൊക്കെ അതിനെ ഭയങ്കര ഒരു ജീവനുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യം. അതിനെക്കുറിച്ച് അന്നത്തെ ഒരു ചാലഞ്ച് എന്തായിരുന്നു? എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ചെയ്യുമ്പോൾ? അതൊരു ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് പ്രൊജക്റ്റുകളിൽ പെട്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ണിയുണ്ട്, സീറോ ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആളും സിദ്ധാർത്ഥ് ഭരതനും ഫ്രണ്ട്സാണ്, അവരുടെ വർക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ ആദ്യം കോൾ വരുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിയും ഒരു ടെക്നിക്കൽ ഡയറക്ടർ ജെറോയും ഉണ്ട്, 3 പേരും കൂടി മറ്റേ ഷൂട്ട് നടക്കുന്ന മനയിൽ പോയി ഒറ്റപ്പാലത്ത്. അപ്പോൾ ഡയറക്ടർ രാഹുൽ സദാശിവൻ, അപ്പോൾ ആള് ഷൂട്ടിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ആ സെറ്റൊക്കെ ഇട്ടത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയി. പിന്നെ രാഹുൽ സദാശിവൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഉണ്ട്, അത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനൊരു തംബ്നെയിൽ സ്റ്റോറി ബോർഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾ അത്യാവശ്യം ഈ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ ഒരു സ്റ്റോറി പറയുകയും അത് വരച്ചത് കാണിച്ചു തരികയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ വളരെ എന്തെങ്കിലും നമ്മൾ വാല്യൂ ആഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലൈവ് ഷൂട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് ആദ്യം അറിയാം. ആ ഒരു സിനിമ തുടങ്ങി ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകനോട് അവരുടെ ക്യാരക്ടേഴ്സ് ഈ കഥ പറയുന്നത് എങ്ങനെയാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഈ മനയിലോട്ട് വന്നത്. അപ്പോൾ അതിലെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഓൾറെഡി ഒരു സ്റ്റൈൽ ലൈവ് ഷൂട്ട് കണ്ട് ഇങ്ങനെ ശീലിച്ച് ഇങ്ങനെ കണ്ട് അതിൽ ആസ്വദിച്ച് വരുമ്പോൾ ഈ അനിമേഷൻ വരുമ്പോൾ അവർക്ക് അതിന് ഡിസ്കണക്റ്റ് ആവാൻ പാടില്ല. അതിനോട് മേജായിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡായിട്ട് ആ കഥ പറഞ്ഞ് അത് അനിമേഷൻ ആണെന്നോ റിയൽ ലൈവ് ഷൂട്ട് ആണെന്നോ അതിൽ നിന്നൊരു ജമ്പ് വന്നെന്നോ ഒരു ബ്രേക്ക് വന്നെന്നോ ഒന്നും തോന്നാൻ പാടില്ല. അതായിരുന്നു ചലഞ്ച്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഞങ്ങൾ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവർ ആവശ്യപ്പെട്ട ഒരു സ്റ്റൈലും റെഫറൻസുകളും കാര്യങ്ങളൊക്കെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷെയർ ചെയ്തു, സ്റ്റാറ്റിക് ഇമേജസ് ഷെയർ ചെയ്തു. അതിൽ നിന്നൊന്ന് സെലക്റ്റായി അതൊന്ന് ചെറുതായിട്ടൊരു ഡെമോ അനിമേഷൻ, ചെറിയൊരു 5 സെക്കൻഡ് അനിമേഷൻ കാണിച്ചു കൊടുത്തു. അതിലവർ അതിന് അപ്രൂവൽ തന്നു. പിന്നെ എൻ്റെ സ്റ്റോറി ബോർഡ്, അനിമാറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജും രാഹുൽ സദാശിവൻ്റെ അടുത്ത് കാണിച്ച് അപ്രൂവൽ എടുത്ത് ഒരു ഫൈനൽ
വീഡിയോയിലോട്ട് എത്തി. അപ്പോൾ ആ ലാസ്റ്റ് ഒരു പാർട്ട് എത്തിയപ്പോഴേക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹാപ്പിനെസ്, ഒരു ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലോക. അതൊരു സൂപ്പർ ഹീറോസിൻ്റെ ഒരു എന്താ പറയുക, നമ്മളിനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലേ. ഇപ്പം ലോകയിൽ തന്നെ അവർ സിനിമയുടെ ആളുകൾ പറയുകയാണ്, നമുക്ക് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് കുറച്ചും കൂടി നന്നാക്കണം, ഏതെങ്കിലും ഒരു സീക്വൻസ് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു കേസുകളിലൊക്കെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? പറ്റില്ല എന്ന് പറയൂ, അല്ലെങ്കിൽ യെസ് നമ്മൾ ട്രൈ ചെയ്യാം എന്ന് പറയൂ? നമ്മൾ എപ്പോഴും അവിടെ ഒരു നോ പറച്ചിൽ മോസ്റ്റ്ലി ഞങ്ങളുടെ ക്യാരക്ടറിൽ ഇല്ല. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മളെ ചലഞ്ച് ചെയ്യുന്ന വർക്കുകൾ ചെയ്ത് പ്രൂവ് ചെയ്യുക, അങ്ങനെയാണല്ലോ കഴിഞ്ഞപ്പം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ്. അപ്പം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ലല്ലോ. അപ്പം ഞങ്ങളെപ്പോഴും ഇന്നോവേറ്റീവായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ കിട്ടുക. അതിൽ ആരാണോ നമുക്ക് വർക്ക് തന്നത്, ഇപ്പം സിനിമ ആകുമ്പോൾ ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ആഡ് ആണെങ്കിൽ അതിൻ്റെ ക്ലയൻറ്റ് ഏതെങ്കിലും ആളുകളെ പ്രൊഡക്റ്റിൻ്റെ ആളുകളായിരിക്കും. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് കൊടുക്കുക. അങ്ങനെ മാത്രമാണ് ക്രിയേറ്റീവ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവരും, നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഉറക്കമില്ലാതെ പണിയും. ഉറക്കമില്ലാതെ തന്നെ പണിയും. അത് തന്നെയാണ് അതിൻ്റെ. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരിക്കലും ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആ ഒരു ടൈമിൻ ബഡ്ജറ്റിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അവരെയാണ് ഏറ്റവും നല്ലതായിട്ട് പ്രൊഫഷണലായിട്ട് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആർട്ടിസ്റ്റ്. അതിനൊരു കറക്റ്റ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്ക് അതിനെ പോളിഷ് ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷെ നമ്മളത് മാക്സിമം നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്രയും നമ്മളെ തന്നെ പുഷ് ചെയ്യാമോ അത്രയും പുഷ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ഹാപ്പി ആവില്ല. ചില സമയത്ത് ഈ ചില പ്രോജക്ട്സ് നമുക്ക് ഭയങ്കര കിക്ക് കിട്ടും അതിൻ്റെ അത്. എനിക്ക് പേഴ്സണലി എല്ലാവരും അങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെ പോയിട്ടാകുമ്പോൾ നമ്മൾ ഈ ടൈം പോകുന്നൊന്നും അറിയത്തില്ല. നമ്മൾ അതിൻ്റെ അത് തന്നെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നമ്മളിത് കണ്ട ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഇനി അത് അടുത്തേക്ക് പിടിക്കാം. പക്ഷേ ഓഫീസിനകത്തൊക്കെ തന്നെ നമുക്ക് ക്രിയേറ്റീവ്സും ഉണ്ട്, പ്രൊഡക്ഷൻസും ഉണ്ട്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് അവരായിരിക്കും ഫിനാൻസും സ്കെഡ്യൂൾസും ഒക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റീവ്, നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ പോലും ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. കാരണം ആ ക്രിയേറ്റീവ് കിക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് ഇതിനകത്ത് കയറിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് വരും, അതെ നിർത്തി മതി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ക്രിയേറ്റിവിറ്റിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് തന്നെ അത് മതി പോരാത്തതും, അല്ലെങ്കിൽ നമ്മൾ ആ ബഡ്ജറ്റിനെ കുറിച്ച് മറന്നു പോകും. കാരണം അതാണ് ഈ പാഷനും നമ്മുടെ ജോലിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രശ്നം. കാരണം നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ അതൊക്കെ മറക്കും. നമ്മൾ ഫിനാൻസ് സൈഡും അതിൻ്റെ ബുദ്ധിമുട്ടും. ഈവൻ റീസെൻ്റ്ലി ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത് ബയോളജിക്കൽ കലണ്ടറൊക്കെ പോയി. കാരണം സാറ്റർഡേ സൺഡേ ലൈക്ക് പിള്ളേർ പോലും വീട്ടിൽ നമ്മളെ കാണുന്നില്ല. പക്ഷെ അതൊന്നും നമ്മളൊരു പ്രശ്നമേ ഇല്ല. രാവിലെ കാർ എടുത്ത് നമ്മളങ്ങ് പോവുകയാണ് ഓഫീസിലേക്ക്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ. എല്ലാവരും ഐ ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇങ്ങനെ തന്നെ മാത്രം ഒതുക്കല്ലേ, ഫുൾ ചെക്ക് ചെയ്യണം. കാരണം ഈ 10-15 മണിക്കൂർ ഇരുന്ന്. അതെ, അതാണ് കൃഷ്ണ ബാബു. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് കൊളാബറേഷൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മാർവൽ കേൾക്കുമ്പോൾ അങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ കണ്ട വളരെ അത്ഭുതപ്പെടുത്തിയ സിനിമകൾ ഒക്കെ വന്നിട്ടുള്ള കുറേ കൊളാബറേഷൻസ്. അപ്പോൾ ആ കൊളാബറേഷൻസിനെ കുറിച്ച് പറയും. നമ്മളൊരു മലയാളിയാണ് ചെയ്യണത് കൊളാബറേഷൻസ്. അല്ല, നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിതൊന്നും അറിയത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ അതിനു മുമ്പ് ഗെയിമിങ്ങിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഗെയിമിങ്ങിലാണ്. അപ്പം അതിനകത്ത് നമുക്ക് മൈക്രോസോഫ്റ്റ് ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ ഗെയിമിലും ശങ്കർ ഉണ്ടായിരുന്ന ആ സമയത്ത് അതിനകത്തെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുള്ള VFXലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും എൻ്റെ കരിയറിനകത്ത് കൂടുതലും അനിമേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ വർക്കാണെങ്കിലും ഒരു ഇത് വർക്ക് നമ്മൾ ആ ഒരു സെയിം ഇതിൽ തന്നെ നമ്മളത് എടുക്കത്തുള്ളത്. അല്ല, ഇപ്പോൾ ഒരു കാലത്ത് നമ്മളിപ്പോൾ ഈ വർക്കിലേക്ക് വരുന്നതിന് മുന്നെങ്കിലും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ, അപ്പോൾ മാർവൽ ആണെങ്കിലും യൂണിവേഴ്സൽ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളുടെ കുറേ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതെല്ലാം എല്ലാം വർക്കായി മാറും. അല്ല, ആദ്യത്തെ 1-2 എക്സൈറ്റ്മെന്റ് കാണും. അത് നമ്മളിപ്പം മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ 1-2 ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അത് പിന്നെ നമ്മൾ എങ്ങനെ മാക്സിമം നല്ലപോലെ കൊടുക്കുക എന്നുള്ള ഇതാണ്. ഓക്കെ, നൈസ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിന്തിക്കുമ്പോൾ ഡിസ്നി, മാർവൽ ഇതിലൊക്കെ ഒരുപാട് കൊളാബറേഷൻ ചെയ്തിട്ട് ആളുടെ അപ്പുറത്താണ് ഇരിക്കണേ എന്നുള്ളത് എനിക്കൊരു എക്സൈറ്റ്മെന്റ്. പക്ഷേ നിങ്ങൾക്ക് അത് അത്ര ഫീൽ ചെയ്യില്ല എന്നുള്ളതല്ലേ? അത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് ഇപ്പം ഡിസ്നിയുടെ ഒക്കെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ചെയ്തു. പിന്നെ ഒരു 5-6 പ്രോജക്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടൈപ്പ് വർക്ക് കുറെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ക്ലയൻറ്റിൽ നിന്നുള്ളപരി നമ്മുടെ എക്സ്പീരിയൻസ് ആയി മാറും. ഇപ്പം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ടൊരു ജംഗിൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് വി വാസ് എക്സ്ട്രീംലി എക്സൈറ്റഡ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫുൾ CG അല്ലെങ്കിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്,
പക്ഷെ പിന്നീട് ഒരു ലയൺ കിങ് ചെയ്യുമ്പം നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ആദ്യം ഒന്ന് കുറയും, കാരണം നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഡയറക്ടറിന്റെ വിഷൻ കാണുമ്പോൾ നമുക്കത് വീണ്ടും എക്സൈറ്റഡ് ആവും. പക്ഷേ ഇതേപോലുള്ള കുറച്ച് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നമ്മുടെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് കുറയും. മോട്ടിവേഷൻ കുറയുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് കുറയുമെന്നോ ഉള്ളതല്ല, നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് കുറയും. പക്ഷേ അത് കഴിഞ്ഞ് എന്തെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി ഇന്ത്യയിൽ വരുന്നത്. കാരണം അതിന് മുമ്പ് ഇത് വർക്ക് ചെയ്തിട്ടുള്ള ILM എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ മെജോറിറ്റി വർക്കൊക്കെ ചെയ്തിട്ടുള്ള ILM അല്ലെങ്കിൽ വെറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെസ്റ്റേൺ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമ്മളൊക്കെ, അതായത് നമ്മൾ ഒരു 2006 ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ VFX ആർട്ടിസ്റ്റ് ആവാനുള്ള റീസൺ തന്നെ ഇങ്ങനെയൊക്കെയുള്ള മൂവീസാണ്. പക്ഷേ ഒരു 19 വർഷം എടുത്തു നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളത് ഇൻറ്റേർണലി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് മൊത്തം ഇരുന്ന് കാണും, എഗെയിൻ ആൻഡ് എഗെയിൻ. കാരണം എന്താ പറയുക, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്, ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമല്ല, ഇത് തുടങ്ങുന്ന സമയത്ത് ഇത് ഓൾറെഡി ചെയ്ത് വെച്ച സ്റ്റുഡിയോ എന്നുള്ള മെറ്റീരിയൽ നമുക്ക് ഇവർ അയച്ചു തരും. അത് നമ്മളിത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുമ്പം നമുക്ക് ഈക്വലി എക്സൈറ്റ്മെൻറ്റുമാണ്, അതുപോലെ പേടിയാണ്. കാരണം ഒരു 10-20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്, അതൊരു 6 മാസം പിന്നെ നമ്മൾ അതിൻ്റെ പുറയിലായിരിക്കും. സോ എനിക്ക് തോന്നുന്നത് ക്ലയൻറ്റിനെക്കാട്ടി ഉപരി ആസ് ക്രിയേറ്റീവ്സ് നമുക്ക് ആ ഒരു കിക്ക് വേണം. എന്താണ് ഇതിനകത്ത് സ്പെസിഫിക്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് അങ്ങനല്ല. അതുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ഡിസ്നി, മാർവൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ദാൻ ക്ലൈൻറ്റ് നമ്മളും ക്രിയേറ്റീവ് ആണ്, ഇത് നമ്മുടെ പ്രൊഡക്റ്റ് കൂടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാനുള്ളതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ 4 പേരും ചെയ്യുന്നത്, നിങ്ങളൊക്കെ ആർട്ടിസ്റ്റാണ്. ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഗെയിമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മൂവീസിൽ വർക്ക് ചെയ്തിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും നിങ്ങൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം കിട്ടാറുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറയുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ ബുദ്ധിമുട്ടാവാറുണ്ടോ? എല്ലാവർക്കും പറയാം, എല്ലാവരും പല സിനിമകളിലും പലയിടത്തും വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഒരാളുടെ ഐഡിയ വെച്ച് മാത്രമല്ലല്ലോ തുടങ്ങുക. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത്, അല്ലാതെ പെട്ടെന്ന് സഡനായിട്ടൊരു ഐഡിയ വെച്ചിട്ട് തുടങ്ങുന്നില്ല. അപ്പം നമുക്കൊരു പ്രോപ്പർ ആർട്ട് വർക്ക് കാണും, നമുക്കതിനൊരു ബ്രീഫ് കാണും, അതിനൊരു ഡിസ്കഷൻ കാണും, ഇതിങ്ങനെ ആവാം. അതിൻ്റെ കുറേ പേരുടെ ഒരു ബ്രെയിൻ സ്റ്റോമിൻ്റെ ഫലമായിട്ടാണ് തുടങ്ങുന്നത്. അല്ല നമ്മൾ സഡനായിട്ട് ചുമ്മാ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പളിപ്പോകുന്നത്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് നോക്കി, അതിൻ്റെ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ് നോക്കും, അതിൻ്റെ ആർട്ട് സൈഡ് നോക്കും, ഇതാവും ഇതുപോലത്തെ ഇതിനു മുമ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടോ, ഇതെങ്ങനെ അപ്പീലാവും, ഇത് ഏത് ഏജുള്ള ആൾക്കാരിലേക്ക് പോകണം, ഇതെല്ലാം ഡിസ്കഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു സാധനം തുടങ്ങുന്നത്. കാരണം ഇത് പ്രോപ്പറായിട്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ശങ്കർ പറഞ്ഞാൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് പോയി കഴിയുമ്പം ഇത് കോസ്റ്റ് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഇല്ല നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ഇത് കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു ബ്രീഫും കൊടുത്ത് അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമ്മൾ ജനറലി നമ്മൾ ഒന്നും പ്രോപ്പറായിട്ട് തുടങ്ങാറില്ല. ഇപ്പോൾ ആർട്ടിസ്റ്റാണിൽ നമുക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചുമ്മാ ഇത് വർക്കൗട്ട് ആവുന്നില്ല എന്നല്ല. അവർ നോക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് നമുക്ക് വേണ്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്ലയൻറ്റിന് വേണ്ടുന്നത്, അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡിപ്പെൻസ്, ഇപ്പോൾ ഒരു ഫിലിം ആണെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ടെക്നീഷ്യൻസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്കൊരു പെർഫെക്റ്റ് വിഷൻ കാണും, എനിക്ക് ഈ സാധനം തന്നെ വേണം. അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ സാധനം ഡെലിവറി ചെയ്ത് പിന്നെ മേ ബി ഒന്ന് പോളിഷ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ കുറച്ച് നമുക്ക് ഫ്രീഡം തരും, ഒരു ബേസിക് ഒരു സ്കെൽറ്റൻ തരും, എന്നിട്ട് കുറച്ച് നമ്മുടെ ഫ്രീഡത്തിന് വിടും. ചിലർ ഹൈബ്രിഡ് ആയിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളവരുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്ലയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത്. ചിലർ ഒത്തിരി ഫ്രീഡം, അത് കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ ഞാൻ കമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ ചില ക്ലയൻസ് ഒക്കെ ഉണ്ട് പണ്ട്, അവർ കംപ്ലീറ്റ്ലി നമ്മളെ തരും, ദേ ട്രസ്റ്റ് യു. മനസ്സിലായില്ലേ? നമ്മളൊരു പക്കാ സാധനം ഡെലിവറി ചെയ്യും. അത് ടെൻഷൻ കൂടിയ പണിയാണ്, കാരണം ഫുൾ എല്ലാം നമ്മുടെ തലേ വരും. പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്കിംഗ് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പൊ ഈ എമ്പുരാനിൽ വർക്ക് ചെയ്യുമ്പോൾ പൃഥ്വിരാജുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താ വേണ്ടിയെന്ന്. അപ്പൊ നമുക്ക് ആ പോയിന്റിലോട്ട് എത്തിയാൽ മതി. എന്നിട്ട് പിന്നെ അതിനെ റിഫൈൻ ചെയ്യുമ്പോൾ ആ ഉള്ള പോയിന്റിൽ നിന്ന് ബെറ്റർ ക്വാളിറ്റി ഔട്ട്പുട്ടായിട്ട് വരും. അപ്പൊ ചില ആൾക്കാർ കുറച്ചും കൂടെ നമുക്ക് നിങ്ങളുടെ സൈഡ് എക്സ്പ്ലോർ ചെയ്തോളാൻ പറയും, കുറച്ചുകൂടെ ഫ്രീഡം, കുറച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സൈഡിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താ വരുന്നത്, എന്താ ഓപ്ഷൻസ് വരുന്നത്.
അപ്പോൾ അത് എനിക്കൊന്ന് ഡിപ്പെൻസ് ഓൺ ദ ക്ലയൻറ്റ്. പറഞ്ഞ പോലെ കൂടുതലും വളരെ ഐഡിയ ഉള്ളവരോട് വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളെല്ലാം ക്രിയേറ്റീവ്സ് ആയത് കാരണം ഇല്ല പിന്നെ നമ്മൾ നിർത്തില്ല. അപ്പൊ അത് കാരണം ആരെങ്കിലും ഇൻസ്ട്രക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പക്ഷെ എനിക്കൊന്ന് എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. ഇപ്പം ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാലും അയാളുടേതായ എന്താണ് ഐഡിയാസും ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്നത് എപ്പോഴും ഡയറക്ഷൻ ഉള്ളതാണ്. ഇന്റേണലിയും നമുക്ക് നല്ലത്, എക്സ്റ്റേണലി ടോപ്പ് ഒരു പിടിയുള്ള ഒരാളേക്കാണ് എപ്പോഴും പ്രോജക്റ്റ് നല്ലത്. അല്ലെങ്കിൽ അത് വേവേർഡ് ആയി പോകും. ഈ പറഞ്ഞ എല്ലാ ക്രിയേറ്റീവ്സിനും വന്ന് പല പല അഭിപ്രായം വന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതിനേക്കാളും നല്ല എപ്പോഴും ഒരു വിഷനറി ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ പറയാൻ പറ്റില്ല, ഇത് ഈ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിക് പരിപാടി ചില സമയത്ത് ഈ പറഞ്ഞ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്രിയേറ്റീവ് കൊളാബറേഷൻ ചിലപ്പോൾ അടിപൊളിയായിട്ട് ചിലപ്പോൾ ഭയങ്കര ഫ്ലോപ്പ് ആയി പോകും. മനസ്സിലായില്ലേ. ഇത് ഈ പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. ചില സമയം ചിലർ ആ ഗാംബിൾ ചെയ്യും, ചിലപ്പോൾ അടിപൊളി ഭയങ്കര പുത്തൻ സാധനം വരും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഭയങ്കര ഒരു പുതിയ വെറൈറ്റിയിലുള്ള പരിപാടി വരും. ചില സമയത്ത് അത് ഭയങ്കര ഫ്ലോപ്പായി പോകാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന സമയത്ത് അത് എപ്പോഴും എത്തിച്ചു കൊടുക്കാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ ഒരു ഇത് ഇത് വർക്കാവില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? ചില സമയത്ത് നമ്മളങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ ദിസ് ഇസ് എ ബഡ്ജറ്റ് ബേസ്ഡ് സാധനമുള്ളത്. അപ്പം ബഡ്ജറ്റ് ഓവർഷൂട്ട് ആയാലും അത് പ്രശ്നമാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ചില സാധനം പറയുന്നത് ചിലപ്പോൾ ടെക്നിക്കലി പോസിബിൾ അല്ലായിരിക്കാം. ടെക്നിക്കലി അതിന് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മളത് മുൻപേ പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മളത് തുറന്ന് പറയുക. അത് ഈ ട്രാൻസ്പെറൻസി ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഈ ഫീൽഡിൽ. അതായത് നമ്മൾ ക്ലയൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറോ ഹൂവർ ഇട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആയാൽ തീർന്നു. അപ്പോൾ നമ്മളുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളത് പറയണം. പിന്നെ ചില സമയത്ത് നമുക്ക് തോന്നും നമുക്കൊന്ന് ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ചില സമയത്ത് അവർ ആ ഫ്രീഡം തരും. ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ചില സമയത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടാറുണ്ട്. ചില സാധനം നമ്മൾ ഔട്ട്റൈറ്റ് പറയും ഇത് നടപടിയില്ല. പക്ഷേ ഇതൊരു ആർട്ടായിട്ട് ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അത് ആക്ച്വലി എന്നിട്ട് അതിനകത്തൊരു ബെസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഒരു ഓപ്ഷനായിട്ട് ഇത് ചിലപ്പോൾ അവർക്ക് തന്നെ പറഞ്ഞ പോലെ ഒരു ഫ്രീഡം നമ്മൾ എടുത്തിട്ട് അത് ചെയ്ത് കാണിക്കുമ്പോൾ അവർ പറയും ഇതാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചിലപ്പം പറയും. അതിന് ഇതിനെല്ലാം ഒരു ബഡ്ജറ്റ് ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്. അത് എത്ര ക്രിയേറ്റീവ് ആണെങ്കിലും ഒരു സമയം അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇപ്പം ചില പ്രൊജക്റ്റൊക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ 1 വർഷം സ്പാനിലൊക്കെ ആയിരിക്കും പോകുന്നത്. ആദ്യത്തെ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പെരിമെൻ്റലായിരിക്കും. പിന്നെ ഒരു ലാസ്റ്റ് 3 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും. പിന്നെ പെട്ടെന്ന് അപ്രൂവലുകൾ വരാൻ തുടങ്ങും. കാരണം അവർക്കും മനസ്സിലായി പ്രൊജക്റ്റ് തീരാറായി, ഇനിയിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പല ടൈപ്പ് ക്ലയൻസ് ആണ്. ചിലർ ഈ പറയുന്ന പോലെ എക്സ്ട്രാ പിക്കി ആയിരിക്കും, ചിലർ സ്മൂത്ത് ആയിരിക്കും. തന്നിരിക്കുന്ന ടാസ്ക് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഡെലിവറി എന്നുള്ളത് ക്ലയൻസ് തിരിച്ചു വരണമല്ലോ. അത് കാരണം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ മണി അവരുടെ മെയിൻ സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് ഓവർ ഷൂട്ട് ചെയ്തയോ കോസ്റ്റ് കൂടിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ അവരുടെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത്. അപ്പം കാരണം ഡയറക്ടർ ക്രിയേറ്റീവ് സൈഡ് ആയിരിക്കും, പുള്ളിക്ക് ഭയങ്കര വലിയ പരിപാടി വേണം. അതുകൊണ്ട് പ്രൊഡ്യൂസർ അവിടെ നിന്ന് ദൂഷിച്ചോ ഇവിടെ പൈസ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം അത് മാനേജ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആവുമ്പോൾ ഓവർ റിയലിസ്റ്റിക് ആയാലും ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്നാൽ അത് ഒരു പ്രത്യേക ഒരു നൂലിൻ്റെ അപ്പുറത്തും വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ചിലത് ഇത് വേണ്ടാന്ന് വെക്കാം, ഇത്ര റിയലിസ്റ്റിക് ആവണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ ഒരു വർക്ക്? ഒരുപാടുണ്ട്. ഉണ്ടോ? കാരണം അത് ഈ വേറൊന്നും കൊണ്ടല്ല, ഇതിന്റെ എഫേർട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ പല ഷോട്ട് നമ്മൾ മൂവിയിൽ കാണുമ്പോൾ ഇതിന്റെ ബാക്ക് എൻഡിൽ പോകുന്നൊരു എഫേർട്ട് നമുക്ക് മനസ്സിലാവാറുണ്ട് ഒരു ആസ് എ നോർമൽ ഓഡിയൻസ്. അപ്പം ചില സമയത്ത് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ഒരുപാട് എഫക്ട്സ് ഇതൊക്കെ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ് ക്രിയേറ്റീവ് നമ്മളിത് മാക്സിമം റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ചില സമയത്ത് മെഷീൻ ഹാൻഡിൽ ചെയ്യില്ല. കാരണം ഈ റീസെൻ്റ്ലി നമ്മളൊരു ഷോട്ട് ചെയ്ത സമയത്ത് എഫക്ട്സ് ലെയറുകളെന്ന് പറയും. ഈ ലെയർ കൂടി ലാസ്റ്റ് നമ്മളിത് എപ്പം ഇമേജ് ആക്കാൻ ട്രൈ ചെയ്യുന്നു. പറയാം, കാന്താരയെ കുറിച്ച് അധികം ഒന്നും ചോദിക്കേണ്ട, ഞാൻ പറയില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശങ്കറിനെ അധികം ബുദ്ധിമുട്ടിക്കാത്തത്. അപ്പൊ ഈ അവസാനത്തെ ഇമേജിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മെഷീൻ ക്രാഷ് ആവും. അപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റ് തന്നെ പറയും അതെ നമുക്കിവിടെ നിർത്താം, ആ ലാസ്റ്റ് ഡീറ്റെയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ആ ഒരു ചെറിയ ഡീറ്റെയിലിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറയാം അതെ ഇത് ഇവിടെ നിർത്താം. കാരണം അത് കാണുമ്പോൾ അത്രയേ ഉള്ളൂ, പക്ഷേ ബാക്ക് എൻഡിൽ റെൻഡർ ആവുന്നില്ല, കമ്പ്യൂട്ടർ അടിച്ചു പോകുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് അടിയുന്ന ഡീറ്റെയിലാ, അത് ഓഡിയൻസ് ചിലപ്പോൾ അതാണ് ഏറ്റവും വലിയ കോമഡി. അത് പുതിയ എസ്പെഷ്യലി ജൂനിയർ ആർട്ടിസ്റ്റ് പുതിയ ആൾക്കാർ ചിലവർ
സ്ക്രീനിൽ കാണാത്ത ഡീറ്റെയിലിൽ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കും. മോനെ അത് സ്ക്രീനിലും മൂവിയിലും വരത്തില്ല, അത്രയും ചെയ്യണ്ട. അതുപോലെ നമ്മുടെ ഒരു ക്ലാസിക് കോമിക് ക്യാരക്ടറാണ് ശുപ്പാണ്ടി. അതിൻ്റെ ഒരു 3D അതെന്താ അങ്ങനെ കൊണ്ടുവരാൻ തോന്നാൻ കാരണം? പിന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ, ആളുടെ ലുക്ക്, അതൊക്കെ ഇങ്ങനെയായിരുന്നു വർക്ക് ചെയ്ത്? അത് ഓൾറെഡി നമ്മുടെ ശുപ്പാണ്ടിയുടെ ഇതുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ അതിൻ്റെ ലൈസൻസ് എടുത്തേക്കാണ്. അതുകൂടാതെ തന്നെ ശുപ്പാണ്ടി പോലെ നമ്മൾ വിങ്ഷാ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും ഒരു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു കഥയാണ്. അപ്പം ഇതിൻ്റെ 2 ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഇത്രയും നാൾ 2D വന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ 3D അത് ഡയറക്ടർ വീരൻ്റെ ഐഡിയ ആയിരുന്നു. നമുക്കത് എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, അതിനൊരു ക്ലേ ലുക്ക് കൊണ്ടുവരിക, ഓക്കെ, കുറച്ചുകൂടെ. അപ്പോൾ നമ്മളത് ആ ക്യാരക്ടർ 3D ആക്കാൻ കുറച്ച് സമയം എടുത്തു. മീൻസ് അത് എല്ലാ സൈഡിൽ നിന്നും അതിന് ഒരു യുണീക്ക് ക്യാരക്ടറാണല്ലോ അത്. അപ്പോൾ അതിന് 3D സ്പേസിൽ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അനിമേഷൻ നമ്മൾ വേറെ രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ അതിനൊരു ക്ലേ സ്റ്റൈൽ കൊടുത്തത് അതൊക്കെ ഡയറക്ടറിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് വന്ന് നമ്മൾ. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഹനുമാൻ കൈൻഡിൻ്റെ ആ ഒരു ഇത് ലെഗോ വേർഷനിൽ വന്നപ്പോൾ അതെന്താ അങ്ങനെ ഒരു തോട്ട്? അത് നമ്മൾ ആക്ച്വലി പീസ് ബൈ പീസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു 1 മന്തോളം നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഇത് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഒരു ഫാൻ മെയ്ഡ് വീഡിയോ ആയിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ആക്ച്വലി അതിൻ്റെ പ്രീ പ്രൊഡക്ഷനകത്ത് ലെഗോ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലേക്ക് കൊടുത്ത് നിൽക്കുന്ന ലെഗോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈവൻ ലെഗോ ലൈക്ക് ഇറ്റ് ലോട്ട് ആക്ച്വലി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ അത് കംപ്ലീറ്റ്ലി അത് പ്രീ പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ വീഡിയോ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ക്യാരക്ടേഴ്സ് മാത്രം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഹനുമാൻ കൈൻഡിന് ഒരു ഫാൻ മെയ്ഡ് വീഡിയോ ഉണ്ട്. ആളെന്ത് പറഞ്ഞത് കണ്ടിട്ട്? ഈ വാസ് എപ്പോഴെങ്കിലും ഇതൊരു നമുക്ക് ജോബ് വൈസ് ഒരു ത്രെട്ടുള്ളൊരു മേഖലയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ വരികയാണ്. ഇപ്പോൾ AI വന്നു, അപ്പൊ ഒരു ത്രെട്ട് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും ഫീൽ? ചോദ്യം വരാത്തെന്ന് ഇങ്ങനെ ഇതിപ്പോ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതെ ആണ്. കാരണം ചെറിയ ഏതൊരാൾക്കും ഇപ്പോൾ ഒരു AI വർക്ക് ചെയ്യുക എന്നുള്ളത്, ചെറിയ കുട്ടികളടക്കം ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ആക്ച്വലി നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്താ അതിനെക്കുറിച്ച്? എല്ലാ ജോലിയിലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് 2D-ലാണ്, പേപ്പറിലാണ് അനിമേഷൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലോട്ട് വന്ന സമയത്ത് ഈ 2D ആർട്ടിസ്റ്റ് ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ എല്ലാം ജോലി പോകാൻ ഇതോടുകൂടി ഈ ഇൻഡസ്ട്രി തീർന്നു. പക്ഷേ അതല്ലല്ലോ സംഭവിച്ചത്. നേരെ തിരിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു, അതിൻ്റെ എഫേർട്ട് കുറഞ്ഞു. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ തുടങ്ങി. എന്ന് പറയുന്ന പോലെ ഇന്നിപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് കുറേ ജോലി എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഒരു പക്ഷേ ഒരു വലിയ ക്ലയൻറ്റ്, ഇപ്പോൾ ഒരു 150 crore ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മൂവി ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള കുറച്ച് ക്ലയൻസ് ആയിരിക്കും. വന്നു കഴിയുമ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങും. അപ്പം എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഇത് ജോലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും ടെക്നോളജിയും അല്ലെങ്കിൽ ഇന്നിപ്പം നമ്മൾ പറയുന്ന ഡിസിപ്ലിൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. മറ്റു പല രീതിയിലൊക്കെ ആയിരിക്കും ഇത് വരുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവോൾവ് ചെയ്തങ്ങ് മാറും ആക്ച്വലി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പറഞ്ഞ പോലെ ഇതിനിപ്പോൾ എയുടെ കൂടെ വർക്ക് ചെയ്ത് പഠിക്കുക. നമുക്ക് നമ്മുടെ സ്കില്ലിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ത്രെറ്റ് ആയിട്ട് തോന്നത്തില്ല. നമ്മള് ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും നമ്മുടെ ഈ ഇപ്പൊ AI ആണേലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല ചെയ്യുന്നത്. അതൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ടച്ച്, ഇപ്പോൾ നമ്മളൊരു പ്രിന്റ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് എടുത്ത് ഒരാളത് കൈകൊണ്ട് വരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എപ്പോഴും ഒരു വാല്യൂ കൂടുതൽ ഒരു ഹ്യൂമൻ ടച്ച് ഉള്ള സാധനത്തിന്. അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഈ ടൂൾസ് മാറുന്നതനുസരിച്ച് ടെക്നോളജി മാറും. അത് ചേഞ്ചസ് എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എന്തായാലും വരും. അതിനോട്ട് അഡാപ്റ്റ് ചെയ്യുക, അടുത്ത പരിപാടി പിടിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പേടിച്ച് തട്ടുന്ന ഇത് പണ്ടും ഉണ്ടായിരുന്നു. ഫേമസ് ആയതേ ഉള്ളൂ. പണ്ട് ഇതുപോലെയാണ് ഓരോ സോഫ്റ്റ്വെയറും വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളത് പഠിക്കുക. ഇതല്ല നമ്മളെ സോഫ്റ്റ്വെയർ വന്ന അയ്യോ അതുകൊണ്ട് ഇനി പണി പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫീൽഡിൽ പ്രത്യേകിച്ചും, അതായത് ഈ പടപടപടയെന്ന പുതിയ സോഫ്റ്റ്വെയർ നമ്മളൊരു സാധനം പഠിച്ച് ഇനിയിപ്പോൾ ഇതിൽ പൊളിക്കുന്ന പറയുമ്പോഴത്തേക്ക് അടുത്ത സാധനം അവിടെ വരും. ഇനി അത് പഠിക്കണമല്ലോ, പിന്നെ അതിൻ്റെ പുറകെ പോകും, പിന്നെ അതിൻ്റെ പുറകെ അടുത്ത് വരും. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ്ലി ഈ പറഞ്ഞ സ്റ്റോറി ടെല്ലിങ് മീഡിയം എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഗെയിമിങ് ഇവരെ വർക്ക് ചെയ്ത് ഇപ്പോൾ ഗെയിംസ് ഒക്കെ ഒരു മൂവി ലെവലിലോട്ട് ഇവോൾവ് ചെയ്തു.
വളരെ ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പം ഇതെല്ലാം ഒരു എവല്യൂഷൻ്റെ ഭാഗം, അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം AI ഈസ് എ പാർട്ട് ഓഫ് ദി എവല്യൂഷൻ. ഇപ്പൊ കാന്താരയിൽ വർക്ക് ചെയ്തു, അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കരുത് തോന്നുന്നു. എന്തൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അതിലത്തെ വർക്കിനെ കുറിച്ച്? ഇനി അങ്ങനെ ചോദിക്കാം. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ വെക്കാം. സെഷൻ വേണം. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള പലതിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാന്താരയെക്കാട്ടി ഇപ്പം കേൾക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനാണെങ്കിൽ ഈ പറയുന്ന പോലെ ലയൺ കിങ്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്രീച്ചറുകളെ ബിൽഡ് ചെയ്യുക. ഇറ്റ്സ് എ ജേർണി. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ജേർണി. ഇപ്പം ലയൺ കിങ്ങിനകത്തൊരു ഹീറോ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ അതൊരു 1.5 വർഷം 2 വർഷത്തെ പ്രോഗ്രാമാണിത്. നമ്മൾ മൂവിയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് 2 മാസം കൊണ്ട് ചെയ്തത്. അങ്ങനെയല്ല, ഒരു പ്രൊജക്റ്റിന് ഒരു 5 വർഷമായിരിക്കും. ആ 5 വർഷത്തിൽ ഒരു 2 വർഷമൊക്കെ ആയിരിക്കും നമ്മളൊരു ക്യാരക്ടറിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തമാശയ്ക്ക് പറയും, നിങ്ങൾ കല്യാണം കഴിക്കും, കുട്ടി ഉണ്ടാവും, ആ കുട്ടി സ്കൂളിൽ പോകും, അതുവരെ ഇതേ ക്യാരക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പേഴ്സണലി സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനവിടെ എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചു. അത് തന്നെ. അത് കാരണം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ പ്രൊജക്റ്റും എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് സീക്രട്സും ഒരുപാട് എക്സൈറ്റ്മെന്റ്സും ഉള്ളതാണ്. കാന്താരയുടെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സെഷൻ ചെയ്യാം. അതന്നെ, ശരിക്കും നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പ്രൊഡക്ഷൻസ് ക്ലയൻറ്റ് സൈഡിൽ നിന്നൊക്കെ ഒരു അപ്രൂവൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നെ ഒരു സെഷൻ ചെയ്യാം. ഈ ആനിമേഷൻ ലാമിനേഷൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ടേമുകൾ പലപ്പോഴും ആൾക്കാർ മണ്ടത്തരം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, അവരുടെ ഒരു രീതിക്ക് അവർ പറയുമ്പോൾ ഫണ്ണായിട്ടുള്ള ടേംസ് ഉണ്ട് എന്തെങ്കിലും? കാരണം എൻ്റെ കരിയറിൽ അത് ഒരുപാടുണ്ട്. കാരണം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മോഡലിംഗ് എന്നാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അപ്പോൾ ആക്ച്വലി മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും എന്താണ് ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം ഞാൻ മോഡലിംഗ് ആണെന്ന് പറയും. അപ്പോൾ അവർ നമ്മളെ നോക്കും, ഇവൻ എന്ത് മോഡലിംഗാണ്? അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം ആ മോഡലിംഗ് അല്ലേ, ഇത് വേറെ. ഇതുപോലെ പണ്ട് അനിമേഷൻ എന്ന് പറയുമ്പോൾ അത് 2002 ഞാൻ പറയുന്നത്. ആ ടൈമിലൊക്കെ അനിമേഷൻ ആൾക്കാർ വിചാരിച്ചത് എന്തോ സംതിങ് റിലേറ്റഡ് ടു അനിമൽസ്. ഈ പശുക്കളുടെ ഒക്കെ ഡോക്ടറെ പോലെ എന്തോ ആ ഡോക്ടർ ലെവലിലേക്കൊന്നും പോകത്തില്ല, വേറെ എന്തോ ലോ ലെവലുള്ള എന്തോ അനിമലുമായിട്ട്. എനിക്ക് കോമഡി പറയാനുള്ള എൻ്റെ കമ്പനിയുടെ പേര് വെച്ച്, എനിക്കിപ്പോൾ ഉള്ള കമ്പനിക്ക് മുമ്പ് ഞാനൊരു പ്രൊപ്പർട്ടർഷിപ്പ് ആയിട്ടൊരു കമ്പനി ഒരു ഫ്രീലാൻസ് നടത്തുന്നുണ്ട്. അതിന്റെ പേര് ഇമാജിനറി മെക്കാനിക്സ്. ഞാൻ എവിടുന്ന് തപ്പിടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്കാർ കേൾക്കുമ്പോൾ ഒരു ഗും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പൊ 2-3 ആൾക്കാർ മെക്കാനിക്കൽ പരിപാടിയാണ് അല്ലേ, മെക്കാനിക്സ് പേര്. അത് ഇമാജിനറിയും കൂടെ അതിൻ്റെ അത് ചേരണം, വെറും മെക്കാനിക്സ് അല്ല. പിന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ കമ്പനിയുടെ പേര് ബൈനറി സർക്കസ് എന്നാണ്. അപ്പൊ ഈ ബൈനറി എന്നുള്ള ചിലർ ബൈനറി എന്ന് വായിക്കത്തില്ല, അത് ബൈനറി സർക്കസ്. അങ്ങനെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പാർസലൊക്കെ വരുമ്പോൾ അവരോട് ചേട്ടാ ഇത് ബിനാറി സർക്കസ് അല്ലേ, പാർസലുണ്ട്, നാറ്റിക്കരുത്. ചേട്ടൻ സർക്കസിലാണ് വർക്ക് ചെയ്യുന്നത്. കേട്ടോ എടാ എന്താണ് ഇതിന് സർക്കസ് എന്നൊക്കെ പേരിട്ട് എന്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പറഞ്ഞാലും കുഴപ്പമില്ല, നാറിന്ന് പറയരുത്. അതെ അതെ അതെ. സിനിമകളിൽ പൊതുവെ കുറേ ക്രിയേറ്റേഴ്സിനെ നിങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പം അങ്ങനത്തെ ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് പറയുന്ന വളരെ തമാശ തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണോ എന്ന് തോന്നുന്ന സജഷൻസ് വരാറുണ്ടോ? ഇഷ്ടം പോലെ വരാറുണ്ട്. ഒരു എക്സാമ്പിൾ? അത് നമ്മൾ മൂവിയും ഡയറക്ടറും ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരിക്കലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ക്യാരക്ടർ, അപ്പോൾ ആ ക്യാരക്ടർ പുള്ളിക്ക് വേണ്ടത് ലാർജർ ദാൻ ലൈഫ് ലുക്കാണ്. അപ്പോൾ ആ ലുക്കിന് വേണ്ടിയിട്ട് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയ്ക്കുള്ളിലേക്ക് ഈ ക്യാരക്ടർ ജമ്പ് ചെയ്യണം. ഓക്കെ, അപ്പം അതൊക്കെ അത് സ്ട്രൈറ്റ് ഫോർവേഡാണ്. പക്ഷേ അത് പുള്ളി ഫസ്റ്റ് ഷോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കെയിൽ ആവുന്നില്ല. സോ ബേസിക്കലി പുള്ളിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിം കഴിയുമ്പോഴും ഈ ക്യാരക്ടർ ഇങ്ങനെ സ്കെയിലായി വരണം. അപ്പോൾ ഇത് പറയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് സ്കെയിൽ ചെയ്തല്ല, നമ്മുടെ ടീം ഇത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവും. അപ്പം പുള്ളി ഒരു വലിയ ഡയറക്ടറാണ്, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും പുള്ളിയോട് പോയി പറയാൻ പറ്റത്തില്ല, ചേട്ടത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മളെല്ലാം കൂടെ വട്ടത്തിയിരിക്കും. എന്തിനാണെന്നറിയോ, ഇതിനി എങ്ങനെ സ്കെയിൽ ചെയ്യും. കാരണം പുള്ളിയോട് ഇത് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റ് പറയുന്നത് നമ്മൾ ചെയ്തേ പറ്റൂ, അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. അപ്പം നമുക്കിത് അറിയാം, ഇത് വളരെ ഫണ്ണിയാണ്, ഇത് ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും നമ്മൾ റൗണ്ട് ടേബിളിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സൈ ഇട്ട് അവസാനം നമ്മൾ പുള്ളിയെ ഫയൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ചേട്ടാ ഇത് പറ്റൂല,
അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ശരി എന്നാ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ അത് പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇതിന്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പണി കിട്ടും. ഒത്തിരി പറയും. കാരണം ഈ ധാരണ ഇല്ലാത്ത ഇപ്പൊ ഡയറക്ടേഴ്സ് തന്നെ ആണെന്നില്ല, അതിലെ ക്രൂവിലെ ടീം ഉണ്ടാവും, അല്ലെങ്കിൽ DOP ടീം ഉണ്ടാവും. ചില ആൾക്കാർ ഇപ്പം നമ്മൾ ജനറലി ഇപ്പം ഈ ഫിലിം ഗ്രീൻ സ്ക്രീനിലൊക്കെ ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പം എല്ലാവരും വിചാരം ഗ്രീൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് വേണേലും കാണിക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് കണക്ക് ഒരു ഷൂട്ടിന് പോയപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഒരു ക്രീച്ചറിനെ അവിടെ ഒരു റീപ്ലേസ് ചെയ്യണം. അതും ആ ക്രീച്ചർ ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ടീമിലുള്ള അസോസിയേറ്റ്സിൽ ഒരാൾ പറഞ്ഞു, അതൊരാളെ പച്ച ഡ്രസ് ഇട്ട് അവിടെ നിർത്തിയാൽ പോരെ, നമുക്ക് അതൊക്കെ മാറ്റാമല്ലോ, അവിടെ എല്ലാം പച്ച ഡ്രസ് ഇട്ടു, അത് ഏത് ജീവിയുണ്ട് അത് അവർ മാറ്റിത്തരും, മാറ്റിത്തരും. നമ്മളിവിടെ നിന്ന് മറ്റേ ഈ ക്രിയേറ്റേഴ്സ് ചിരിക്കണം, കരയണം, അങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാം. ഏറ്റവും ടഫ് എന്ത് ഇമോഷൻ കൊണ്ടുവരാനാണ് ഈ ഒരു ക്യൂട്ട്നെസ് ആണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുള്ളത് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് കരയാണ്. പക്ഷെ ഒരു ക്യൂട്ട്നെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം മംഗൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ മംഗൂസ് പോലൊരു ക്യാരക്ടറിനെ ക്യൂട്ടാക്കാതെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കൽ ഞാനൊരു ഫയലിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സൂപ്പർവൈസർ പറയാണ് ഇതിനെ ക്യൂട്ടാക്കണം. അപ്പോൾ ഞാനിതിൻ്റെ റെഫറൻസുകൾ എടുക്കുമ്പോൾ എല്ലാം ഞാൻ കാണുന്നത് ഇത് മറ്റേ കടിച്ചു കീറാൻ നിൽക്കുന്ന സീനുകളാണ്. ഇതിനെ എങ്ങനെ ക്യൂട്ടാക്കണമെന്നുള്ള 1 മാസത്തെ റിസർച്ചായിരുന്നു. അപ്പോൾ ചില സാധനങ്ങൾ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സാണ് പൊതുവെ കൺവീൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. ഏറ്റവും പാട് കൺവീൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. കാരണം റിയലിസ്റ്റിക് ആക്കാം, നമുക്ക് മാക്സിമം റിയലിസ്റ്റിക് ആക്കാം, പക്ഷേ പെട്ടെന്ന് ഓഡിയൻസിന് മനസ്സിലാവും ഇത് CG ആണെന്നുള്ളത്. കാരണം നമുക്കിപ്പം ഒരു ടൈഗർ നമ്മുടെ വീട്ടിലില്ലാത്തത്തോളം കാലം അതിൻ്റെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക് ചുറ്റും ഇഷ്ടം പോലുള്ളത് കാരണം നമ്മുടെ ഇടയിൽ തന്നെ ഒരു ടെക്നിക്കൽ ടേം അൺകാനി വാലി എന്ന് പറയും. അൺകാനി വാലി, അതായത് ഈ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ ഡേ ടു ഡേ കാണുന്ന കണക്ക് കണ്ണ്, മൂക്ക്, നമ്മൾ ഫുൾ ടൈം ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് അവരുടെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽ ഓൾറെഡി സ്റ്റോർഡാണ്, നമുക്കത് അറിയത്തില്ല. പക്ഷെ നമ്മളൊരു ഡിജിറ്റൽ ക്യാരക്ടർ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പിക്ക് ചെയ്യും. ഈവൻ കണ്ണിൻ്റെ ഒരു അനക്കം അല്ലെങ്കിൽ വായുടെ ഒരു ചെറിയൊരു അതുവരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഹ്യൂമൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും പാടുള്ളത്. ഡിജിറ്റൽ ഹ്യൂമൻസിനെ എക്സ്പ്രഷൻ, മസിൽ, ചെറിയ മസിൽ മൂവ്മെന്റ് വരില്ലേ ഹ്യൂമൻ. അതാ പറഞ്ഞത്, നമ്മൾ എല്ലാ ദിവസം കാണുകയില്ലേ. അപ്പം നമ്മൾ ഡീറ്റെയിലി അത് കാണുമ്പോൾ തന്നെ അത് എസ്പെഷ്യലി കണ്ണൊക്കെ ആണ് ഏറ്റവും ചെയ്യാൻ പാടും. നമ്മളെ ഭയങ്കര ഈസിയാണ്, കണ്ണൊക്കെ അനങ്ങുന്നുണ്ട്, അനക്കാം ഒന്നുമില്ല. കണ്ണിൻ്റെ അകത്ത് ചെറിയ അതുവരെ സാധാരണക്കാർക്ക് വരെ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഡൈനോസർ ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, ആ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. കാരണം ഇപ്പം മസിൽ അങ്ങനെ അല്ലെന്ന് പറയാൻ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റിയലിസ്റ്റിക്കാണ്. നമ്മളിപ്പോൾ ഒരു പിക്സാർ പോലത്തെ ഒരു പരിപാടിക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതൊരു വേറെ സ്റ്റൈലാണ്. റിയലിസ്റ്റിക് ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് CGയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കൺവിൻസ് ഈ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ട് ഇത് കൺവിൻസിങ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി പുള്ളി പറഞ്ഞ ഇമോഷൻസ് കൺവേ ചെയ്യാം. ഒരു ഡിജിറ്റൽ ഹ്യൂമനെ കൊണ്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്നതാണ് ഏറ്റവും പാടുള്ള പരിപാടി. നമ്മൾ എന്ത് ചെയ്താലും അത് പെർഫെക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ബട്ട് ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് ദർ. ഈ പറഞ്ഞ AI ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ മിസ്സിംഗ് ആണ്. ബ്ലേഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയില് അതിനകത്ത് ഒരു ക്യാരക്ടർ, റീറ്റ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതിന്റെ തല മാത്രമാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു 1.5 വർഷം എടുത്ത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഹ്യൂമൻ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അത് ലെയർ ബൈ ലെയർ, അതിങ്ങനെ ഒരു 6 മാസം നമ്മൾ മാനുവൽ ഇങ്ങനെ ട്വിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാവും എന്താണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ കണ്ണൊന്നും ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറിന് മനസ്സിലാവും അത് പോരാ, അത് കറക്റ്റ് അല്ല. അതാണ് കൺവീൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നുള്ളൊരു കാലം ഉണ്ടായിരിക്കും. അതായത് ഒരു ചെറുപ്പകാലത്തിൽ ഇപ്പോൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു അൺറിയൽ കാര്യം, പക്ഷേ നമുക്ക് അയ്യോ ഇതെങ്ങനെ ചെയ്തു ഇന്ന് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ മെമ്മറി എന്തായിരിക്കും? ഏത് സിനിമയായിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ? ജുറാസിക് പാർക്ക്. നമുക്ക് എല്ലാവർക്കും ജുറാസിക് പാർക്ക് ഞാൻ പറയുന്നത് അപ് ടു ദിസ് പോയിന്റ് വരെ ഇപ്പൊ കണ്ടാൽ പോലും അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് VFX വർക്ക് ഉള്ള പടം ജുറാസിക് പാർക്കാണ്. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ബ്ലെൻഡ് ഓഫ് റിയൽ VFX ആൻഡ് ഡിജിറ്റൽ VFX, പ്രാക്ടിക്കൽ എഫക്ട്സ് ഒക്കെ ചെയ്ത് അൺബിലീവബിൾ. അതിന്റെ മേക്കിംഗ് ഒക്കെ ഞാൻ ഒരു 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. അനിമേഷന്റെ കാര്യത്തിൽ നമ്മുടെ പഴയ ക്ലാസിക് സംഭവങ്ങൾ 2D സെൽ അനിമേഷൻസ് ഉണ്ട്. ഡിസ്നി, പിക്സാർ, ഡിസ്നിയുടെ ടൈമിലുള്ള
ലയൺ കിങ് പോലെയുള്ള. അപ്പോൾ അതിലൊക്കെ അവർ അന്ന് ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് അവർ ചെയ്ത കുറേ അവരെടുത്ത എഫേർട്ട്, ഡെഡിക്കേഷൻ, ഡീറ്റെയിലിംഗ് ഇതൊക്കെ കാണുമ്പം നമ്മളിപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന്. അത്രയും ഡീറ്റെയിലിങ്ങും ഡെഡിക്കേഷനും നമ്മൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പം ഞങ്ങൾ കൂടുതലും 2D അനിമേഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്, യുനോയൻസിലുള്ളവർ, മറ്റുള്ളതും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും. അപ്പം നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അന്ന് അവർ ഇത്രയൊന്നും ടെക്നോളജി അല്ലെങ്കിൽ സപ്പോർട്ടൊന്നും ഇല്ലാതെ പേപ്പറിൽ വരച്ച് സ്കാൻ ചെയ്ത് നമ്മുടെ മറ്റേ ഫിസിക്സ് അപ്ലൈ ചെയ്തിട്ട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ സെൽ അനിമേഷൻ്റെ, അത് കാണുമ്പോഴെപ്പോഴും അത്ഭുതപ്പെടാറ്. അതിന്റെ ഒരു സുഖം ഇപ്പോഴും ഡിജിറ്റലിനില്ല. ആ സെൽ അനിമേഷൻ ഒരു അത് ഈവൻ പഴയ ടോം ആൻഡ് ജെറി കണ്ടാലും മനസ്സിലാവും. പഴയ ടോം ആൻഡ് ജെറിയിൽ ഭയങ്കര സ്മൂത്ത്, വളരെ എല്ലാ സെക്കൻഡറി ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള അനിമേഷൻ ക്വാളിറ്റി നമ്മൾ അതിലിപ്പോഴും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ്. ഈ VFX എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ധാരണ വെടി പുക അല്ലെങ്കിൽ എക്സ്പ്ലോഷൻസ്, കുറേ ആനിമൽസ്, അങ്ങനത്തെ ഒക്കെ ഒരു ധാരണ. ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു ഓഡിയൻസിന് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇതില്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ള, നമ്മൾ കാണാത്ത എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഏരിയയെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഏതെങ്കിലും സിനിമയോ എന്തെങ്കിലും എടുത്തിട്ട് പറയാൻ പറ്റുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫൂട്ടേജ് ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ എലമെൻറ്റ് അവർ റിമൂവ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരിക്കാം, ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അങ്ങനെ ഒരു ചെറിയ പീസ് റിമൂവ് ചെയ്യുന്നത് മുതൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ലെറ്റ്സ് ഇപ്പോൾ അവർക്കൊരു ഫൂട്ടേജ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവർക്കൊരു സ്പെസിഫിക് കാർ കിട്ടിയില്ല, അപ്പോൾ അവർക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാറാണ്. അപ്പം ഇതാരും അറിയാതെ ആ ഒറിജിനൽ കാർ റിമൂവ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ട കാർ റീപ്ലേസ് ചെയ്ത് അതിനകത്ത് ഈ ആളെ കൊണ്ടിരുത്തി ട്രാവൽ ചെയ്യിക്കുന്ന പരിപാടി. അങ്ങനെ പല അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് VFX എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ് അതിൻ്റെ അകത്ത്. അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇവൻ ചെറിയൊരു പ്രോപ്പ് റിമൂവ് ചെയ്യുന്നത് മുതൽ ഒരു വലിയ ഒരു വലിയ എക്സ്റ്റൻഷൻ, ഒരു വലിയ സെറ്റ് തന്നെ, ഒരു ഫുൾ ലാൻഡ്സ്കേപ്പ് തന്നെ. ചിലപ്പോൾ ഒരു ഷോട്ടിൽ ഒരു ഉറുമ്പ് നടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു വണ്ട് പോകുന്ന, ചിലപ്പോൾ VFX ആയിരിക്കാം. നമുക്കത് കാണുമ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ആ VFXൻ്റെ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു. ഇപ്പം നൗഡേസ് പ്രെറ്റി മച്ച് ദ ഹോൾ ഫിലിമിൽ എന്തെങ്കിലും ഒരു VFXൻ്റെ പോർഷൻ, ഈവൻ പറഞ്ഞ ചെറിയ ക്ലീനപ്പ് ആവാം, ചിലപ്പം മേക്കപ്പിൽ ഒരു ടച്ചപ്പ് ആവാം. അങ്ങനെ എക്സ്റ്റെൻസീവായിട്ട് VFX എൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ VFX എന്ന് പറഞ്ഞാൽ ജനറലൈസ് ടേമാണ്. അതിൻ്റെ അകത്ത് പല ഈ പറഞ്ഞ വേറെ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതൊരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ഫിലിം മേക്കിംഗ് ആണ്. ഈ കാന്താരയിൽ ഋഷഭ് ആ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ആസ് എ ഡയറക്ടർ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വളരെ ക്ലിയറാണ്. ആസ് എ ഡയറക്ടർ ഈസ് വെരി ക്ലിയർ അബൌട്ട് എന്താണ് പുള്ളിക്ക് വേണ്ടത്, അതെങ്ങനെയാണ് വേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളി മാംഗ്ലൂർ ആ ഒരു സൈഡിൽ നിന്നായത് കാരണം ഈ ആനിമൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മൂവിയിൽ ഉപയോഗിച്ചേക്കുന്ന കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സെറ്റിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിക്കോട്ടെ, പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. അത് കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഭാഗത്തു നിന്നൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചിരി വരുന്ന ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ക്യാമറമാൻ DOP അരവിന്ദ്. ഇവരുടെ രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഇറ്റ്സ് എ കില്ലർ കോമ്പിനേഷൻ. കാരണം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ആസ് എ ക്രിയേറ്റീവ് ടീം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ ഓരോ ഷോട്ടും അയച്ചു കഴിയുമ്പം നമുക്ക് ഫീഡ്ബാക്ക് തരുന്നത് ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടാണ്. അപ്പം ചില സമയത്ത് നമ്മൾ കോളിലിരിക്കുമ്പോൾ ഇറ്റ്സ് ഈസി, കാരണം ഇവർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ചാൻസ് ഉണ്ട്, ലൈക്ക് നമുക്ക് കൗണ്ടർ പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺവീൻസ് ചെയ്യാം. പക്ഷേ ഈ അവസാന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ബിസി ആയ കാരണം നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഇവരെന്താ പറയാൻ പോകുന്നത്, കാരണം നമുക്കും ഈ ഡെഡ്ലൈൻ ഉണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഋഷഭ് സാർ ആയിക്കോട്ടെ, അരവിന്ദ് ആയിക്കോട്ടെ, ഈവൻ ഹൊമ്പാല ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ സഞ്ജിത്ത് പുള്ളിയാണ് അതിന്റെ ജെൽ. പുള്ളിയിലേക്ക് എനിക്ക് ചില സമയത്ത് തോന്നും പുള്ളി ഒരു സൂപ്പർ ഹ്യൂമൻ ശരിക്കും ലിറ്ററലി. കാരണം ഭയങ്കര വലിയൊരു ഷോ ആയത്, വളരെ വലിയ ഷോ. 2500 മേളിൽ VFX ഷോട്ട് ആ പുള്ളിയാണ് ഫുൾ അൺബിലീവബിൾ സൂപ്പർവേഷൻ ആയിരുന്നു. കാരണം ഒരു 22 സ്റ്റുഡിയോസിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ ആ രീതിയിൽ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനൊരു പ്രൊജക്റ്റ് കിട്ടുന്നു, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഹൊമ്പാല ആസ് എ പ്രൊഡക്ഷൻ ഞാനൊരു 15 days ഓൺ സെറ്റ് സൂപ്പർവിഷന് പോയായിരുന്നു അവർക്ക് വേണ്ടി, കാന്താരയ്ക്ക് വേണ്ടി. പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര എന്താ പറയുക,
നമുക്കൊരു സ്ട്രെസ്സൊന്നും തരാത്ത ടൈപ്പ് പ്രൊഡ്യൂസേഴ്സാണ്. അതായത് എല്ലാ ദിവസവും, കാരണം ഇത് ഔട്ട്ഡോർ ആണ്, മഴയുണ്ട്, ചില ദിവസം ഭയങ്കര മഴയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കാറ്റായിരിക്കും, എല്ലാ ദിവസവും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, എല്ലാ ദിവസവും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ഇവർ ഭയങ്കര ആ ഒരു പ്രഷർ ഒരിക്കലും അവർ ഡയറക്ഷൻ ടീമിനോ അല്ല അവർക്ക് കൊടുക്കത്തില്ല. അവർ വളരെ വെൽ മാനേജ് ചെയ്ത്, ഈവൻ ഡയറക്ഷൻ DOP ആണെങ്കിലും ഭയങ്കര ചില്ലായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കും അങ്ങനെ വലിയ പ്രഷറൊന്നുമില്ല ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫീഡ്ബാക്കിൻ്റെ ടൈമിലാണെങ്കിലും എനിക്കൊന്നും വളരെ മിനിമലായിട്ട് വളരെ മിനിമലാണ്. എനിക്ക് അവരുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ നല്ലതാണ്. കാരണം എല്ലാത്തിനും അവർക്ക് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ചില ഇന്ത്യൻ മൂവീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണില്ല, ഒരു ഐഡിയയും കാണില്ല. നമ്മൾ ഐഡിയ കൊണ്ടുവരണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി ആയി, പ്രശ്നങ്ങളായി. പക്ഷെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ വർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കോൺസെപ്റ്റ്സ് വരുന്നു, സ്റ്റോറി ബോർഡ്സ് വരുന്നു, അതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ അയക്കുന്നു. അപ്പം നമ്മുടെ എഫേർട്ടും കുറയുകയാണ്. അപ്പം നമ്മളും കുറച്ച് പീസ്ഫുൾ ആയിരിക്കും. നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട, നമ്മൾ ആ പറയുന്നത് ചെയ്തു കൊടുത്താൽ മതി. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കോൺസെപ്റ്റ് എനിക്കൊന്ന് പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലൻ പുള്ളി കുറേ കോൺസെപ്റ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത സമയത്താണെങ്കിലും പുള്ളിയുടെ കുറേ കോൺസെപ്റ്റ് നമുക്ക് നേരത്തെ കാണിച്ചു തരും. എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണം. അപ്പം നമുക്ക് നമ്മുടെ റൂട്ട് ഭയങ്കര ക്ലിയർ ആണ്. പിന്നെ നല്ലൊരു രസമുള്ള പ്രോജക്റ്റ് ആയിരുന്നു. നല്ല രസമുള്ള പ്രോജക്റ്റ്. ഡെഡ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇൻ ദി എൻഡ് ഓവറോൾ ആസ് എ ഫിലിം ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ. നിങ്ങളെല്ലാവരും കണ്ട പഴയ സിനിമകളിലേക്കാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ഈ പഴയ സിനിമയിൽ VFXും ആനിമേഷനൊക്കെ വന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ, ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ സിനിമ വേറൊരു ലെവലിലേക്ക് എത്തിയേനേന്ന് തോന്നിയിട്ടുള്ള പണ്ടത്തെ ചെറുപ്പത്തിൽ കണ്ട സിനിമയായിരിക്കാം, എന്താണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് ഏതാ ഓടി വരാം? പണ്ടത്തെ പല സിനിമകളിലും നമുക്ക് ആ സമയത്ത് ഈ പറഞ്ഞ ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഘട്ടത്തിന് മുമ്പുള്ള ആനിമേഷനൊക്കെ വന്ന സിനിമയിൽ ഒത്തിരി പാളിച്ചകളുണ്ടാവും. അങ്ങനെ നോക്കണ കുറെ സിനിമ നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു നല്ല സിനിമകളിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് നല്ലതാണെങ്കിൽ ഒരു മണിച്ചിത്രത്താഴിനകത്ത് ഒരു ഗോസ്റ്റിനെ കാണേണ്ട കാര്യമില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ എനിക്കൊന്ന് നല്ല അന്ന് ഇറങ്ങിയിട്ടുള്ള നല്ല മൂവീസ് അത് അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. എന്നെ സംബന്ധിച്ച് ഞാൻ മലയാളത്തിൽ കണ്ടുള്ള ഏറ്റവും രസമുള്ള സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ഇവൻ അതുപോലെ ഇന്ന് കണ്ടാലും ഞാൻ കണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് 3D പടം അതാണ്. അത് എനിക്ക് തിയേറ്ററിൽ കണ്ട 3D എഫക്ട് അന്നത്തെ കാലത്ത് എന്ത് VFX ചെയ്തെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു. പക്ഷേ എന്റെ ഡേ സ്റ്റോറി ടെല്ലിംഗ്, സ്റ്റോറിയാണ് ബാക്കിയെല്ലാം ഒരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റോറി. ഇപ്പൊ നന്നായി ഇപ്പം ആ ഒരു പാർട്ടും കൂടി പറയാൻ തോന്നുന്നു. നന്നായി VFXും അനിമേഷനും ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്, ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റോറിയോ സ്ക്രിപ്റ്റോ ഭംഗിയല്ലാത്തതുകൊണ്ട് വിജയിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ആ വർക്കൊന്നും ആരും കണ്ടിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇവര് പറഞ്ഞ പോലെ പണ്ടത്തെ പടങ്ങളൊക്കെ അതുപോലെ തന്നെ കാണാനാണ് ഇഷ്ടം. സ്റ്റോറി ടെല്ലിംഗ് നന്നാവുക എന്നുള്ളതാണ് അതിന്. എനിവേ ഇതൊരു വലിയ സബ്ജക്റ്റാണ്, പറഞ്ഞാലും തീരില്ല. ഞാൻ ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂ റീസെൻ്റ് ആയിട്ട് എവിടേക്കും ആരടുത്തും എടുത്തിട്ടില്ല തോന്നുന്നു. കാരണം അത്ര നിങ്ങൾ 4 പേര് വലിയൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ടൈം. ഇനിയും ഒരുപാട് സിനിമകളിലൂടെ ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പ്രൗഡ്ലി മലയാളികൾക്ക് ചിന്തിക്കാം, ഇതിൻ്റെ പിന്നിൽ കുറേ മലയാളികൾ VFXിലാണെങ്കിലും ആനിമേഷനിലാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു അഭിമാനമായിട്ട് കൊണ്ട് നടക്കാം. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ടൈം. താങ്ക് യു.